ഹൈദരാബാദ് നിസാംസിൻ്റെ റോയൽ ലെഗസി എന്നറിയപ്പെടുന്ന ചൗമഹല്ല പാലസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. 18ാം നൂറ്റാണ്ടിൽ നിസാം സലാബത്ത് ചങ് പണി കഴിപ്പിച്ച അതിമനോഹരമായിട്ടുള്ളൊരു പാലസാണ് ഈ കാണുന്ന ചൗമഹല്ല പാലസ്. ചൗമഹല്ല എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ 4 മഹലുകൾ, അതായത് 4 പാലസുകൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഒരു പദം തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് മുഗൾ, പേർഷ്യൻ, യൂറോപ്യൻ, രാജസ്ഥാനി തുടങ്ങിയ ഒട്ടേറെ ഇൻഫ്ലുവൻസ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഈ കാണുന്നത് കേട്ടോ. ഫുൾ മാർബിൾസും ഈ കാണുന്ന ബെൽജിയൻ ക്രിസ്റ്റൽ ഷാൻഡിലിയേഴ്സ്, ഈ ഹാള് മൊത്തം അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഫീൽ നൽകുന്നൊരു ഹാളാണ് ഈ കാണുന്നത്. നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ഈ ഒരു മാർവലസ് ആയിട്ടുള്ളൊരു ഹാളിലേക്കാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഖിൽവത്ത് മുബാറക് എന്ന് പറയുന്ന ദർബാർ ഹാൾ. നിസാമിൻ്റെ ഈ പട്ടാഭിഷേകം അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഖിൽവത്ത് മുബാറക്കിൽ വെച്ചിട്ടാണ്. ഈ ഒരു മിക്സ്ചർ ഓഫ് ആർക്കിടെക്ചറൽ ഇൻഫ്ലുവൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു പാലസിനെ അത്ര യുണീക്ക് ആക്കുന്നത്. ഇതൊരു ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ക്ലാസിക്കൽ ഇറ്റാലിയൻ മാർബിൾ സ്കൾപ്ചറാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസും കാണാൻ പറ്റും. ഇവർക്കൊരു ഹ്യൂജ് എക്സിബിഷൻ ഹാൾ ഉണ്ട്. ഇവിടെ അവരവരുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കിങ്സിൻ്റെ, അതായത് നിസാമിൻ്റെ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇവിടെ പോർട്രേ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് നിന്നതാണ്. അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്തിരുന്ന വസ്ത്രങ്ങൾ, ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എക്സിബിഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിസാമിൻ്റെ ഒരു ഹ്യൂജ് റെയർ വിൻറ്റേജ് കാർ കളക്ഷൻ ഉണ്ട് കേട്ടോ. 1937 റോൾസ് റോയ്സ് മുതൽ ക്ലാസിക് ബ്യൂക്സ് വരെയുള്ള ഒരുപാട് തരം കാറുകളാണ്, വിൻറ്റേജ് കാറുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മാത്രമല്ല, ഇതാണ് ഖിൽവത്ത് ക്ലോക്ക് ടവർ. 250 കൊല്ലമായിട്ട് ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ടവറാണ് കേട്ടോ ഇത്. ഇതിന് പുറത്താണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്.